എത്തി വിലാപയാത്ര കാൽവരി കുന്നിൻ മുകൾ പരപ്പിൽ നാഥന്റെ വസ്ത്രമെല്ലാം ശത്രുക്കളൊന്നായുരിഞ്ഞു നീക്കി. വൈരികൾ തിങ്ങി വരുന്നെന്റെ ചുറ്റിലും ഘോരമാം ഗർജനങ്ങൾ. ഭാഗിച്ചെടുത്തെന്റെ വസ്ത്രങ്ങളെല്ലാം പാപികൾ വൈരികൾ. നാദാ വിശുദ്ധിതൻ തൂവെള്ള വസ്ത്രങ്ങൾ കനിവാർന്നു ചാർത്തേണമെന്നിൽ. വാക്കിൽ തന്നെ അതിന് മാനുഷികമായ രീതിയിലേക്ക് നോക്കുമ്പോൾ അർത്ഥമുണ്ട്. ദുഃഖത്തിന്റെ ദിവസം. ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വെറും ദുഃഖം മാത്രമായിട്ടുള്ള ദിവസം എന്നല്ല. നമ്മുടെ കർത്താവായ യേശു, ദൈവവും നാഥനും രക്ഷകനുമായ ക്രിസ്തുനാഥൻ നമുക്കെല്ലാവർക്കും വേണ്ടി മനുഷ്യനായി ജനിച്ചു. കാലത്തിന് സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്തിൽ നിന്നും അകന്നു പോയ മാനവകുലത്തെ ദൈവത്വത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി അവിടുന്ന് ദൈവിക പദ്ധതിയിൽ മനുഷ്യനായി അവതരിച്ചു. ഒരു 33 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചു. അതിൽ 30 വർഷവും അവിടുന്ന് രഹസ്യജീവിതമാണ് നയിച്ചത്. വെറും 3 വർഷം മാത്രമേ പരസ്യജീവിതം നയിച്ചുള്ളൂ. ആ 3 വർഷത്തെ പരസ്യജീവിതത്തിൽ ഈ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്തതും കേട്ടില്ലാത്തതുമായ പഠനങ്ങളും പ്രബോധനങ്ങളും അവിടുന്ന് നമ്മൾ ലോകത്തിന് നൽകി. അവിടുന്ന് പഠിപ്പിച്ചു, പ്രബോധനം നൽകി. അവിടുന്ന് പഠിപ്പിച്ചത് ജീവിച്ചു. ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അവിടുന്ന് മാതൃകയായിരുന്നു.